ഉത്തർപ്രദേശിൽ കൊലക്കേസ് പ്രതി ഏറ്റുമുട്ടലിലൂടെ പോലീസ് പിടികൂടി. ഗാസിയാബാദിലെ ലോണി ബോർഡറിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. പ്രതി ആനന്ദിന്റെ കാലിന് വെടിയേറ്റു. അർജുൻ പീതാംബരൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വീണ്ടും. പറയൂ അർജുൻ. അർജുൻ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? അർജുൻ പീതാംബരൻ, പ്രതിയുടെ കാലിന് വെടിയേറ്റു. പോലീസുകാരുടെ തോളിൽ തൂങ്ങിയാണ് പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. പറയൂ. SKN കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഗാസിയാബാദ് ഡൽഹി അതിർത്തിയിൽ വെച്ച് ഈ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. 29-ാം തീയതി ഏപ്രിൽ 29-ാം തീയതി ഗാസിയാബാദിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം. ആ കൊലപാതകത്തെ തുടർന്ന് 2 പേരെയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ 2 പേരിൽ ഒരാളാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഈ ലോണി അതിർത്തിയിൽ വെച്ച് നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ പിടിയിലായിരിക്കുന്നത്. അയാളെ ഒരു അണ്ടർപാസിന് താഴെ വെച്ച് 2 പേരെയും പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർത്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും ACP ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ പോലീസ് തിരിച്ചും വെടിയുതിർക്കുകയായിരുന്നു. ഒരു ഏറ്റുമുട്ടലിൽ ആനന്ദ് എന്ന് പറയുന്ന പ്രധാന പ്രതിക്കാണ് കാലിൽ വെടിയേറ്റത്. അതിനുശേഷം അയാളെ പിടികൂടി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ നിന്നും ഇയാൾ മോചിതനായാൽ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന അനുയായി, ഈ കൊലക്കേസിൽ പങ്കാളിയായിട്ടുള്ള അനുയായി പക്ഷേ ഇന്നലെ രാത്രി രക്ഷപ്പെട്ടു കളഞ്ഞു. അയാളെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പിടിയിലായ മുഖ്യപ്രതിയുടെ പക്കൽ നിന്നും ഒരു നാടൻ തോക്കും അതുപോലെ തന്നെ ചില വെടിയുണ്ടകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് 29-ാം തീയതി നടന്ന കൊലപാതകത്തെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതൊരു വാടക കൊലയാളിയാണോ ഇവർ, മറ്റാർക്കെങ്കിലും കൂടി ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടോ, ഇവരെ പണം നൽകി ആരെങ്കിലും ആക്കിയിട്ടുള്ളതാണോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് രണ്ടാമത്തെ ആൾ കൂടി പിടിയിലാകണം എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ കൊലപാതക കേസ് മുഴുവനായും തെളിയിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. എന്തായാലും ഇയാൾ ചികിത്സയിലാണ്, ഈ ആനന്ദ് എന്ന് പറയുന്ന പ്രതി. അയാൾ ആശുപത്രി പോയിരുന്നയാൾ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും. താങ്ക് യു അർജുൻ പീതാംബരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.